പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. 2 കോടി രൂപയിൽ തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രം ഒരുങ്ങുന്നു. MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ 2022-23 ബഡ്ജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ചിലവഴിച്ച് ചേലക്കര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ഈ സന്തോഷകരമായ വേളയിൽ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോൾ 4 പരിപാടി രാവിലെ തൊട്ട് പങ്കെടുത്തു. ഇനി 5ാമത്തെ പരിപാടി നാട്ടികലാണ്. അത് കഴിഞ്ഞ് 6ാമത്തെ പരിപാടി കടങ്ങോടാണ്. 7ാമത്തെ പരിപാടി വടക്കഞ്ചേരിയിലാണ്. അതുകൊണ്ടാണ് MLA വരുന്നതിന് മുമ്പ് തുടങ്ങാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ആശുപത്രിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടി ആദ്യമായി നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന 2 ആഴ്ച മുമ്പാണ് ഇവിടെ ഇതേ സ്റ്റേജിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചത്. അന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിടാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അത് എത്രയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. പ്രത്യേകം ഇടപെടുകൊണ്ട് ഇതിന്റെ കൂടുതൽ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടക്കം കുറിച്ചത്. ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനസ്സ് അവർക്ക് ചെറിയ വിഷമത്തിലെത്തുകയാണ്. ആകെ ഞങ്ങൾക്ക് കളിക്കാനുള്ള തലമ പന്തുകളിയും ഫുട്ബോളും എല്ലാം കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ചുരുങ്ങി പോകുന്നല്ലോ എന്നൊരു വിഷമമുണ്ട്. എന്നാൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് നേരത്തെ ഗ്രാമപഞ്ചായത്തും കൂടെ ചേർന്ന് മറ്റൊരു കളിസ്ഥലം കണ്ടെത്തുകയും ഒരാൾക്കും ഒരു വിഷമവും വേണ്ട, ഇവിടെ കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും തടസ്സപ്പെടില്ല, ഇവിടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കളി തടസ്സപ്പെടാൻ ഒരിക്കലും നിൽക്കില്ല. എന്നാൽ അതോടൊപ്പം നമ്മുടെ പ്രദേശത്ത് വരുന്ന പാവപ്പെട്ട അമ്മമാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ അസുഖവുമായി ബന്ധപ്പെട്ട് വന്നാൽ ഓടിയെത്താൻ പറ്റുന്ന ഒരു ആശുപത്രിയാണ് തോന്നൂർക്കര. ആ തോന്നൂർക്കര ആശുപത്രി നന്നായാൽ ഈ പ്രദേശത്തിലെ ആളുകൾക്ക് അപ്പുറത്ത് കിലോമീറ്ററോളം നടന്ന് പോയി മറ്റു ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ഓടേണ്ടതില്ല എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ ആശുപത്രി ഇങ്ങനെ സൗകര്യം കൂട്ടാനും പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മറ്റൊരു സൗകര്യം ഗ്രാമപഞ്ചായത്തിന് ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്കാണ്. ഞങ്ങളെല്ലാവരും പുറകിലുണ്ട്. എന്തായാലും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത റിപ്പോർട്ട് അവതരണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓവർസിയർ KN ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, തൃശൂർ DMO ഡോക്ടർ ശ്രീദേവി DP, ഡോക്ടർ C സജീവ് കുമാർ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK ശ്രീദേവി, എല്ലിശ്ശേരി വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം T ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി M ജയലക്ഷ്മി, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനി K ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. CCV ന്യൂസ്, ചേലക്കര.